മറ്റു വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഞരമ്പൻ്റെ കേസിൻ്റെ അവസ്ഥ എന്തായി? പ്ലീസ് സാർ തുടങ്ങാം സാർ. ഇതോ ഒരാള് നമ്മളെ വിളിച്ചിട്ട് ആര്യയുടെ മോല സൂപ്പറാണ്, ഇതാണ് അയാള് പറയുന്നത്. അപ്പൊ എന്തൊരു മയിരനാടാ നീ, അറിയാൻ മേത്തോണ്ട് ചോദിക്കുക, എന്തൊരു മയിരനാണ്. വനിതാ കമ്മീഷനിൽ പോകാൻ നേരമില്ലാത്തതുകൊണ്ടും ഉടനടി ആക്ഷൻ എടുക്കാൻ വേണ്ടിയും ഈ കൊച്ചു ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നു. അതുകൊണ്ട് ഈ നാട്ടിലെ പെൺകുട്ടികളുടെ മാനം കാക്കാൻ വേണ്ടി മോനെ സുനി നിന്നെ ഞങ്ങൾ പഞ്ഞിക്കിടാൻ പോവാണ്, നീ സഹകരിക്കണം. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ആ സംഭവം ഒന്ന് പറയുമോ ആര്യ? ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിവിടെ പറയുന്നുണ്ട്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, അയാൾ പറഞ്ഞ കാര്യമാണ്, അത് എനിക്ക് പറയാൻ നാണക്കേടുന്നത്. നീ പറയോ? പറയും. പറഞ്ഞ കൊന്നുകളയും. ആര് താനാ? ഞാനല്ല, എന്നെ അവര് കൊന്നുകളയുന്നു. ഇമ്മീഡിയറ്റ്ലി ഇയാള് ഫസ്റ്റ് തിങ് പറയണത് അയാളെന്റെ ബൂബ്സിനെ പറ്റി ഉള്ള കമന്റ് ആണ് പറഞ്ഞത്. ഞാൻ എനിക്ക് ആലോചിക്കാൻ കൂടി നിങ്ങൾ വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. ആര്യയുടെ മോല സൂപ്പറാണ്, ഇതാണ് അയാള് പറയുന്നത്. ആര്യയുടെ മോല സൂപ്പറാണ്, ഇതാണ് അയാള് പറയുന്നത്. അതായത് എന്റെ കമ്പനി നമ്പറിലേക്കാണ് ഫോൺ വരുന്നത്. എൻ്റെ മാനേജർ കുട്ടിയാണ് അത് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരി എടുത്തപ്പം പറഞ്ഞത് ഇങ്ങനെ ആര്യനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആര്യയുടെ പേഴ്സണൽ കോണ്ടാക്ട് ഇല്ല, ഒരു വർക്കിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ എന്ന് വിചാരിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത്. ആള് വളരെ നല്ലതായിട്ടാണ് സംസാരിച്ചത്, അതാണ് അതിന്റെ വലിയൊരു ഹൈലൈറ്റ്. നമസ്കാരം, എന്റെ പേര് കരിവേലിൽ പിള്ളിൽ ശാന്തൻ മകൻ പ്രശാന്തൻ, KS പ്രശാന്തൻ. ഇപ്പോൾ സാധാരണ ഒരു ഞരമ്പൻ വിളിക്കുമ്പോൾ ഉള്ള ഇങ്ങനത്തെ കോൾസ് ഒക്കെ പല പെണ്ണുങ്ങൾക്കും വരാറുണ്ട്. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. അപ്പം എനിക്കറിയില്ല ഇനി ഇത് വലിയൊരു ടീമാണോ, ഇത് ഒരാൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി എല്ലാവരോടും ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ ഒന്നും അറിയില്ല. ആവാം, പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതൊരു ഒറ്റയാളായിക്കോ? ഒരാൾ അപ്പൊ ഇത് സ്പീക്കറിലിടുമ്പോ എന്റെ കടയിലെ സ്റ്റാഫ് എല്ലാരും, ഞങ്ങൾ എല്ലാരും കേട്ടോണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ അങ്ങോട്ട് അവിടെ നിന്ന് കണ്ടിന്യൂസ്ലി ഇയാള് എന്താ പറയാ, ഒരു ഫുൾ അശ്ലീല ചൊവ്വയുള്ള സംസാരം എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. അയാള് പണി വരുന്നുണ്ടവർ. ഞങ്ങൾ ഈ പേഷ്യന്റിനെ വിദഗ്ധ ചികിത്സക്കായിട്ട് കൊണ്ടുപോവാ. അതെ, വേറെ 2-3 ചികിത്സയുണ്ട്. അടിയിൽ നിന്ന് തീയിട്ടിട്ട് ഒരു പ്രത്യേക ചികിത്സ.